സർക്കാർ ജീവനക്കാർക്ക് എന്തായിരിക്കണം അവരുടെ സ്ഥലമാറ്റത്തിന്റെ ഉള്ളടക്കം, അതിന്റെ മാനദണ്ഡം എന്ത്, ഓൺലൈൻ ട്രാൻസ്ഫർ, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് 2017 തന്നെ നമ്മൾ ചർച്ച ചെയ്തുണ്ടാക്കിയ പൊതുധാരണയും സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ വിവിധ സർവീസ് സംഘടനകളും എല്ലാം ചേർന്ന് ചർച്ച ചെയ്തുണ്ടാക്കിയ പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ ഇറങ്ങിയ ഉത്തരവ് സംസ്ഥാനത്ത് നിലനിൽക്കെ തന്നെയാണ് ഭരണമാറ്റത്തിന്റെ സൂചനകൾ കൗണ്ടിംഗ് തീരുന്നതിന് മുമ്പ് തന്നെ ചില കടലാസ് സംഘടനകളും അതോടൊപ്പം തന്നെ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടരുമെല്ലാം തങ്ങളുടെ ലെറ്റർ പാഡിൽ എഴുതി ഉന്നത ഉദ്യോഗസ്ഥ പ്രമുഖർക്ക് തിട്ടൂരം എഴുതി കൊടുത്ത് ആജ്ഞാപിക്കുകയാണ് ഓരോരുത്തരെയും പാഠശാല നിന്ന് കാസർകോട്ടേക്കും കാസർഗോഡ് നിന്ന് പാലക്കാടിനും അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനും അതേപോലെ തന്നെ വടക്കും തെക്കും പുറകെ കിഴക്കും പടിഞ്ഞാറുമായി എങ്ങനെ ഈ ജീവനക്കാരെ ദ്രോഹിക്കാം. അതിൽ പല രൂപത്തിലുള്ള രോഗബാധിതരുണ്ട്, മെറ്റേണിറ്റി ലീവിൽ കഴിയുന്നവരുണ്ട്, പല രൂപത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, അംഗവൈകല്യമുള്ളവരുണ്ട്. ഇങ്ങനെ വിവിധ രൂപത്തിലുള്ള ജീവനക്കാരെയാണ് തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിക്കൊണ്ട് അവരുടെ മേൽ പ്രതികാര നടപടി എന്ന രൂപത്തിലേക്കുള്ള ഒരു ശൈലി സ്വീകരിച്ചു. ഇത് ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നാട്ടിൽ ഒരു ഗവൺമെന്റിനും ഭൂഷണമല്ലാത്ത മുൻ ഗവൺമെന്റ് ജീവനക്കാരുമായി ചർച്ച ചെയ്തുണ്ടാക്കിയിട്ടുള്ള ആ ഒത്തുതീർപ്പ് വ്യവസ്ഥ പാലിക്കാൻ ബാധ്യതപ്പെട്ട അക്കൂട്ടരെല്ലാം അത് ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ തെറ്റായ സമീപനങ്ങളിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ കടന്നപ്പോഴാണ് കേരള നിയമസഭയിൽ ഇത് സംബന്ധിച്ച് അടിയന്തര പ്രമേയം പ്രതിപക്ഷത്തു നിന്ന് ജോയി അവതരിപ്പിക്കുകയും ഒപ്പം 5000-ൽ പരം ജീവനക്കാർ പങ്കെടുക്കുന്ന നിയമസഭാ മാർച്ച് ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ച് പ്രതിഷേധത്തിന്റെ ജ്വാലകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഭരണാധികാരികൾ തെറ്റായ സമീപനങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ഈ രംഗത്ത് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ സംഘടനകളുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകണമെന്നുമാണ് ഈ സന്ദർഭത്തിൽ അതീവ ഗൗരവമായ പ്രശ്നം എന്ന രൂപത്തിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ സൂചിപ്പിക്കാൻ. അതാണ് നിയമപരമായ വശമെങ്കിൽ ആ നിയമപരമായ വശങ്ങളെയും ചട്ടങ്ങളെയും എല്ലാം ലംഘിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾ കൂടി ആരാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തയ്യാറാക്കാൻ വേണ്ടി ഈ കണക്കെടുത്ത് കൊടുത്തത് എന്ന തോമസ് ഐസക്കിന്റെ ചോദ്യത്തിനും ബാലഗോപാലിന്റെ ചോദ്യത്തിനും ഒരു മറുപടി പറയാൻ ഇതുവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അപ്പൊ ഈ രംഗത്ത് ധവളപത്രം പുറപ്പെടുവിക്കുമ്പോൾ തന്നെ അതിൽ കൊണ്ടുവരുന്ന പുത്തൻ നീക്കത്തെ ജീവനക്കാരെ സംബന്ധിച്ചുള്ള ഏറ്റവും അപകടകരമായി നമ്മൾ കണ്ട കാര്യങ്ങൾ എന്താ? ഒന്ന്, കഴിഞ്ഞ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചു. ഓരോ 5 വർഷം കൂടുമ്പോഴും ശമ്പള പരിഷ്കരണം നടത്തുക എന്ന വ്യവസ്ഥാപിതമായ രൂപമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് മുൻ ചീഫ് സെക്രട്ടറി വി ജോയിയെ യഥാർത്ഥത്തിൽ ചെയർമാനായി കൺവീനറായി ഒരു കമ്മിറ്റി നിയോഗിച്ചു. അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചു, കമ്മീഷന്റെ കാലാവധി തീരുമാനിച്ചു, പരിഷ്കരണത്തെ സംബന്ധിച്ചുള്ള പൊതു വിഷയങ്ങളെല്ലാം തീരുമാനിച്ച് അവർക്ക് ആവശ്യമായ സ്റ്റാഫ് ഉൾപ്പെടെ നിയമിച്ചു കൊടുത്തുള്ള ഉത്തരവ് ഇറങ്ങി. ഇത്തരം കാര്യങ്ങളെല്ലാം വന്നു നിൽക്കുമ്പോൾ ആ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തിരിച്ചു വരുമ്പോൾ യഥാർത്ഥത്തിൽ ശമ്പള പരിഷ്കരണം കേരളത്തിൽ നടക്കണ്ടേ? അത് കേവലം ഔദാര്യമല്ല, മറിച്ച് അവകാശമാണ് എന്ന കാര്യം എന്തേ വിസ്മരിക്കുന്നു. അതിന് പകരം ധവളപത്രം പറയുന്നു ജീവനക്കാർക്ക് ഇനി 10 വർഷത്തിലൊരിക്കൽ മാത്രം മതി ശമ്പള പരിഷ്കരണം. അപ്പൊ കേന്ദ്ര ഭരണാധികാരികൾ എത്ര വലിയ രൂപത്തിലുള്ള അധികഭാരം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചാലും അത് ശിരസാ വഹിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന രൂപത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യൻ ഭരണാധികാരികളുടെ മുമ്പിൽ കുമ്പിട്ട് നിന്ന് വിനീത വിജയദാസനായി മാറുന്നു എന്നതാണ് അവസ്ഥ. അത്തരം ഒരു സ്ഥിതിവിശേഷത്തിന്റെ പല രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ ആ രൂപത്തിലേക്ക് വരുമ്പോൾ ജീവനക്കാരെ സംബന്ധിച്ചുള്ളവരുടെ വേരിയബിൾ വിയർ സിസ്റ്റം കൃത്യമായി ലഭിക്കുകയും ശമ്പള പരിഷ്കരണം ഉറപ്പായെങ്കിൽ മാത്രമല്ലേ ഈ വലിയ ജീവിതഭാരം അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യത്തിൽ നിത്യജീവിതം മുന്നോട്ട് പോകൂ. അതിന് 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കണമെന്ന് നിർദ്ദേശിച്ചാൽ അതെങ്ങനെ? അവരുടെ മുമ്പിൽ മറ്റൊരു പ്രതീക്ഷ നൽകുകയാണ്. എന്താണ്? വിരമിക്കുന്ന പ്രായം കൂട്ടിത്തരാം. അത് നമ്മളോടുള്ള ഏതെങ്കിലും സൗകര്യമോ സൗജന്യമോ ഔദാര്യമാണെന്ന് കാണരുത്. അത് കൃത്യമായി ഈ സമയത്ത് ലാഭിക്കാൻ കഴിയുന്ന 16,000 കോടി രൂപ പിടിച്ചു നിർത്താൻ വേണ്ടി എടുക്കുന്ന ഒരടവ് മാത്രമാണ് ആ നീക്കം. അത് കഴിഞ്ഞാൽ അതിന്റെ മറ്റു രൂപത്തിലേക്ക് വർദ്ധിക്കും. യഥാർത്ഥത്തിൽ തൊഴിലാളിത്തിൽ നിൽക്കുന്ന യൗവനങ്ങളെ തള്ളിക്കൊണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുമോ? അത്തരമൊരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ യൗവനങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടി പ്രശ്നങ്ങളിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തിരിച്ചുകൊണ്ടുവരത്തില്ലേ അത്ര പ്രഖ്യാപനം നടത്താവും. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിലെടുത്ത നിലപാട് അങ്ങേറ്റം വിമർശനാത്മകമാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതര ജനാധിപത്യത്തിന്റെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിബദ്ധതയോടുകൂടി നീങ്ങുന്ന ഒരു സംഘടന എന്ന രൂപത്തിൽ കേരള NGO യൂണിയൻ അതിന്റെ സമ്മേളനം പൂർണ്ണാർത്ഥത്തിൽ ഈ ഗൗരവമേറിയ സാമൂഹ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമ്പത്തിക വിഷയങ്ങളും എല്ലാം ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലായ്പ്പോഴും നാടഭിമുഖീകരിക്കുന്ന ഏറ്റവും നല്ല ക്രിയാത്മക പ്രവർത്തനങ്ങളുമായി പലപ്പോഴും മുന്നോട്ട് വരുന്ന സംഘടനയാണ്. ഞങ്ങളുടെ അനുഭവങ്ങൾ ഈ ജില്ലയിൽ തന്നെ ഏതാണ്ട് 6ഓളം വീടുകൾ പാവങ്ങൾക്ക് നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞ ജൂബിലി സമ്മേളന കാലഘട്ടം. കുട്ടികൾ ഞാൻ ഓർക്കുന്നുണ്ട്, 24 പേർ മണ്ണിനടിയിൽ പോകുമ്പോൾ ഞങ്ങൾ 7 ദിവസം കുട്ടികൾ ദുരിതത്തിന്റെ മുമ്പിലുണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിഞ്ഞവർക്ക് ആത്മീയം വസ്ത്രം എത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന കൂട്ടത്തിൽ KSTAയും കേരള NGO യൂണിയനുമായിരുന്നു അന്ന് ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്നത് എന്ന് അഭിനന്ദനാർഹമായ ഒരു നടപടി. അപ്പൊ ഏത് തരത്തിലുള്ള ദുരിതാശ്വാസങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം സഹായഹസ്തവുമായി ഓടിയെത്തുന്ന ഒരു വിശ്വമാനവിയുടെ സന്ദേശം ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ മഹത്തായ പ്രസ്ഥാനം അതിന്റെ 63ാം വാർഷിക സമ്മേളനം അക്ഷരനഗരി നടക്കുമ്പോൾ അതിന്റെ പാരമ്പര്യവും പ്രൗഢിയും എല്ലാം വിളിച്ചോതിക്കൊണ്ട് ആ സമ്മേളനം ചരിത്രപ്രധാനമായ ഒരു സമ്മേളനമായി ഏറ്റവും വിജയകരമായി അവസാനിപ്പിക്കാൻ നമുക്കെല്ലാം ചേർന്ന് കൂട്ടായി പരിശ്രമിക്കാം. അതിന്റെ വിളംബരമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. അതിന് പങ്കെടുത്ത മുഴുവൻ സഹാക്കളെയും മറ്റു സഹോദരി സഹോദരന്മാരെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വിളംബര ജാഥയുടെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.